രാജ്യത്ത് സാമ്പത്തിക വിനിമയങ്ങൾക്ക് ഇപ്പോഴും കറൻസി തന്നെയാണ് രാജാവെന്ന കണക്കുകൾ. നോട്ട് നിരോധനവും 2000 രൂപ നോട്ട് പിൻവലിക്കലും ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹനവും വന്നിട്ടും കറൻസിയുടെ പ്രചാരം ഇരട്ടിയായി. അഴിമതി, കള്ളപ്പണം, കള്ളനോട്ട്, തീവ്രവാദ ഫണ്ടിംഗ്, കറൻസി നോട്ടുകളുടെ പൂഴ്ത്തിവെപ്പ്, സമാന്തര വിപണികൾ എന്നിവയ്ക്ക് തടയിടുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു 2016 നവംബർ 8 നോട്ട് നിരോധനം. ഡിജിറ്റൽ പണമിടപാടുകൾക്ക് വൻ സ്വീകാര്യതയുണ്ടാകുമെന്നും കറൻസിയുടെ പ്രചാരം കുറയുമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും കണക്കുകൂട്ടൽ. നോട്ട് അസാധുവാക്കലിനു ശേഷം അവതരിപ്പിച്ച 2000 രൂപ നോട്ട് RBI പിൻവലിക്കുകയും ചെയ്തു. എന്നിട്ടും മൊത്തം കറൻസിയുടെ പ്രചാരം കൂടിയെന്നാണ് കണക്കുകൾ പറയുന്നത്. 2016-17 13.35 ലക്ഷം കോടി മൂല്യമുള്ള കറൻസിയായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. 2024 മാർച്ചിലെ കണക്കുകൾ വരുമ്പോൾ കറൻസി മൂല്യം 35.45 ലക്ഷം കോടിയായി ഉയർന്നു. UPI ഇടപാടുകളിലും വർധനയുണ്ട്. 2020 മാർച്ചിൽ 2.06 ലക്ഷം കോടി ഇടപാടുകളാണ് UPI വഴി നടന്നത്. പോയ മാർച്ചിൽ ഇത് 19.78 ലക്ഷം കോടിയായെന്ന് NPCIയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ATMകളിൽ നിന്നുള്ള ശരാശരി പ്രതിമാസ പണം പിൻവലിക്കലും 5.51% വർധനയുണ്ട്. ഉത്സവകാലം, തെരഞ്ഞെടുപ്പ് എന്നിവയാകാം കറൻസി പ്രചാരം കൂട്ടിയതെന്നാണ് റിസർവ് ബാങ്കിന്റെ വിലയിരുത്തൽ. കാർഷിക മേഖലയിൽ ഉണർവുണ്ടാകുമ്പോൾ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടാറുണ്ട്. ഡിജിറ്റൽ പണമിടപാട് കുറവുള്ള ഗ്രാമങ്ങളിൽ കറൻസിക്ക് പ്രിയം കൂടുമെന്നും റിസർവ് ബാങ്ക് പറയുന്നു. ബിസിനസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.